ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 23 ദക്ഷചരിതവും ചിത്രകേതൂപാഖ്യാനവും. ശ്ലോകം 9. അത്യന്തസംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സരൗപ്യഗിരിമാപ്യ മഹത്സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗചാരിം തം ശങ്കരം പരിഹസന്നുമയാഭിഷേപേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. അത്യന്തസംഗവിലയായ, അതൊന്നിച്ച് ചൊല്ലണം. ഭവത് പ്രണുന്നോ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നൂനം സ രൗപ്യഗിരിം ആപ്യ ചേർത്തിട്ട് രൗപ്യഗിരിമാപ്യ മഹത് സമാജേ, താസാന്ന് ചേർത്ത് ചൊല്ലണത്. മഹത് സമാജേ നീട്ടിയിട്ട് നിശങ്കം അംഗകൃതവല്ലഭം അംഗചാരിം ചേർത്തിട്ട് നിശങ്കമംഗകൃതവല്ലഭമംഗചാരിം. നിശങ്ക എന്നുള്ളതിൻ്റെ ഷാന്ന് ഡബിളായിട്ടുണ്ട്, അപ്പോൾ മെല്ലെ നൂന്നി ചൊല്ലണത്. നിശങ്കമംഗകൃതവല്ലഭ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അംഗചാരിം വള്ളി മുറുക്കം. തം ശങ്കരം പരിഹസൻ ഉമയാ അഭിഷേപേ ചേർത്തിട്ട് പരിഹസന്നുമയാഭിഷേപേ. പരിഹസന്നുമയ എന്നുള്ളതിന് നാന്ന് മെല്ലെ നൂന്നി പറയണം ചേർത്ത് ചൊല്ലുമ്പോൾ. അഭിഷേപേ എന്നുള്ളതിൻ്റെ ഭീന്ന് നന്നായിട്ട് ഊന്നി പറയണം. പരിഹസന്നുമയാഭിഷേപേ അങ്ങനെ നിർത്താം. അത്യന്തസംഗവിലയായ ഭവത് പ്രണുന്നോ നൂനം സരൗപ്യഗിരിമാപ്യ മഹത് സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗചാരിം തം ശങ്കരം പരിഹസന്നുമയാഭിഷേപേ. അടുത്തത് 10ാമത്തെ ശ്ലോകം. നിസ്സംഭ്രമസ്ത്വയമയാചിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈഃ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമപാസ്യഗതഃ പദം തേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. നിസ്സംഭ്രമം തു അയം അയാചിതശാപമോക്ഷോ ചേർത്തിട്ട് നിസ്സംഭ്രമസ്ത്വയമയാചിതശാപമോക്ഷോ. നിസ്സംഭ്രമം സ എന്നുള്ളത് ഒന്ന് ഊന്നി പറയണം. ഭ്ര എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. തു അയം അയാചിതശാപമോക്ഷോ. ക്ഷോ എന്നുള്ള ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അയം തു ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വ എന്നാവൂ. നിസ്സംഭ്രമ തു അയം ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വയം അങ്ങനെ വരും. വൃത്രാസുരത്വം ഉപഗമ്യ, വൃത്രാസുരത്വം ഉപഗമ്യ ചേർത്തിട്ട് വൃത്ര, അതൊക്കെ അക്ഷരങ്ങളുടെ വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി, ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭക്ത്യാ ആത്മതത്വകഥനൈഃ സമരേ വിചിത്രം. ഭക്തിയ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്യ എന്നുള്ളത് ക ത എന്നാണ്. ആത്മ ത മ ചേർത്ത് ചൊല്ലണം. ആത്മ തത്വ കഥനൈ, കഥ രഥം എന്നൊക്കെ എപ്പോഴും പറയാറുള്ള അതേ കഥ എന്നാണിത്. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കഥനൈ സമരേ ചേർത്ത് ചൊല്ലുമ്പോൾ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. കഥനൈ സമരേ വിചിത്രം എന്ന് വരും. അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ കഥനൈ
പിന്നെ ഒരു സാന്ന് മതി. സമരേ വിചിത്രം. ശത്രോരപി, ശത്രോ അപി ചേർത്തിട്ട് ശത്രോരപി. ഭ്രമം അപാസ്യ ചേർത്തിട്ട് ഭ്രമമപാസ്യ. ഗത അവിടെ വിസർഗം. പദം തേ നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. നിസ്സംഭ്രമസ്ത്വയമയാചിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി. ഭക്ത്യാത്മതത്വകഥനൈः സമരേ വിചിത്രം. ശത്രോരപി ഭ്രമമപാസ്യ ഗതഃ പദം തേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.